കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു അവിടെ നിന്ന് എഴുന്നേറ്റ് ടയറിലേക്ക് പോയി. അവിടെ ഒരു വീട്ടിൽ പ്രവേശിച്ചു. തന്നെ ആരും തിരിച്ചറിയാതിരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. എങ്കിലും അവന് മറഞ്ഞിരിക്കാൻ കഴിഞ്ഞില്ല. ഒരു സ്ത്രീ അവനെക്കുറിച്ച് കേട്ട് അവിടെ എത്തി. അവൾക്ക് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു കൊച്ചുമകൾ ഉണ്ടായിരുന്നു. ആ സ്ത്രീ വന്ന് അവൻ്റെ കാൽക്കൽ വീണു. അവൾ സീറോ ഫിനീഷ്യൻ വംശത്തിൽപ്പെട്ട ഒരു ഗ്രീക്കുകാരിയായിരുന്നു. തൻ്റെ മകളിൽ നിന്ന് പിശാചിനെ ബഹിഷ്കരിക്കണമെന്ന് അവൾ അവനോട് അപേക്ഷിച്ചു. അവൻ പ്രതിവചിച്ചു, ആദ്യം മക്കൾ ഭക്ഷിച്ച് തൃപ്തരാകട്ടെ. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് നന്നല്ല. അവൾ മറുപടി പറഞ്ഞു, കർത്താവേ, അത് ശരിയാണ്. എങ്കിലും മേശയ്ക്ക് കീഴിൽ നിന്ന് നായ്ക്കളും മക്കൾക്കുള്ള അപ്പകഷ്ണങ്ങളുടെ ബാക്കി തിന്നുന്നുണ്ടല്ലോ. അവൻ അവളോട് പറഞ്ഞു, ഈ വാക്ക് മൂലം നീ പൊയ്ക്കൊള്ളുക. പിശാച് നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു. അവൾ വീട്ടിലേക്ക് പോയി. കുട്ടി കട്ടിലിൽ കിടക്കുന്നത് അവൾ കണ്ടു. പിശാച് അവളെ വിട്ടുപോയിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശാലത്തിന് സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളാണ്. ഒരു സ്ത്രീയുടെ പ്രാർത്ഥന ദൈവം നിരസിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുക. ദൈവം പ്രാർത്ഥന നിരസിക്കുന്നു. ആ നിരസിക്കപ്പെട്ട വ്യക്തിയുടെ പ്രതികരണം കൂടി നമുക്കിവിടെ കാണുവാൻ സാധിക്കും. യേശു തന്നെ ആരും തിരിച്ചറിയാതിരിക്കണമെന്ന് ആഗ്രഹിച്ച് ഒരു വിജാതീയ പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവിടെ യേശു ഉണ്ട് എന്ന് കേട്ടറിഞ്ഞുകൊണ്ട് തൻ്റെ മകളെ രക്ഷിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയൂ എന്ന വിശ്വാസത്തോടെ യേശുവിൽ അഭയം തേടിയെത്തുന്ന ഒരു സ്ത്രീയായിരുന്നു സീറോ ഫിനീഷ്യൻകാരിയായ ഗ്രീക്കുകാരി. അവൾ ഒത്തിരിയേറെ ആഗ്രഹത്തോടും വിശ്വാസത്തോടും കൂടിയാണ് യേശുവിനെ സമീപിക്കുന്നത്. തൻ്റെ മകളെ സുഖപ്പെടുത്തണമെന്ന് ഒത്തിരിയേറെ പ്രതീക്ഷയോടുകൂടെ യേശുവിനോട് അവൾ ആവശ്യപ്പെടുമ്പോൾ യേശുവിൽ നിന്ന് കടന്നു വന്ന മറുപടി മറ്റ് സുവിശേഷ ഭാഗങ്ങളിൽ കാണുന്ന പോലെ ആയിരുന്നില്ല. അല്ലെങ്കിൽ മറ്റു വ്യക്തികളോട് എപ്പോഴും തന്നെ സുഖപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടി എല്ലാം മാറ്റിവെച്ച് അതിനുവേണ്ടി പുറപ്പെടുന്ന കർത്താവിൻ്റെ ഭാഗത്തു നിന്നും വളരെ വ്യത്യസ്തമായ ഒരു പ്രതികരണമാണ് ഇവിടെ ഈ ഒരു സ്ത്രീയുടെ കാര്യത്തിൽ സംഭവിക്കുക. അവൾ യേശുവിൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ കാൽക്കൽ വീണു എന്ന് പറയുമ്പോൾ തന്നെ തൻ്റെ മകൾ എത്രമാത്രം സഹിക്കുന്നുണ്ട് എന്ന് അവൾക്കറിയാം. തൻ്റെ മകളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന ഒറ്റ ആഗ്രഹം കൊണ്ട് മാത്രമാണ് യേശു അവിടെ ഉണ്ട് എന്ന് കേട്ടപ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടെ അവൾ ഓടിയണഞ്ഞത്. എന്നാൽ ആ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്ന തരത്തിൽ യേശുവിൻ്റെ പ്രതികരണം, അവളുടെ പ്രാർത്ഥന അല്ലെങ്കിൽ അവളുടെ അഭ്യർത്ഥന കേട്ട ഭാവം പോലും നടിച്ചില്ല എന്ന് മാത്രമല്ല, തിരിച്ച് ഒരു കുത്തുവാക്ക് കൂടി പറയുകയാണ്. അത് കേട്ടിട്ടും നിരാശയോടെ അവൾ തിരികെ പോയില്ല എന്നതാണ് അവളുടെ വിശ്വാസം എത്രമാത്രം വലുതായിരുന്നു എന്ന് തെളിയിക്കുന്ന സംഭവം. യേശുവിൻ്റെ ഭാഗത്തു നിന്നും വളരെ തിരസ്കരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം ഉണ്ടായിട്ടും ഇത് എൻ്റെ വിധിയാണ്, ഞാൻ ഇങ്ങനെ തന്നെ അനുഭവിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞുകൊണ്ട് പഴിച്ചുകൊണ്ട് തിരികെ പോവുകയല്ല, വീണ്ടും യേശുവിനെ മുറുകെ പിടിക്കുന്ന ആ ഒരു സ്ത്രീയാണ് നമ്മൾ കാണുക. പലപ്പോഴും ഇതുപോലെ വിഷമാവസ്ഥയിൽ ഇനി യാതൊരു പ്രതീക്ഷയുമില്ല, യേശു അല്ലെങ്കിൽ ദൈവം മാത്രമാണ് എനിക്ക് ആശ്രയം എന്ന ബോധ്യത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ പ്രാർത്ഥന തിരസ്കരിക്കപ്പെടുന്ന അനുഭവം നമുക്കുമുണ്ടാകാം. അവസാന പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോയല്ലോ എന്നോർത്തുകൊണ്ട് തൻ്റെ വിധിയെ പഴിച്ചുകൊണ്ട് പിന്നീട് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒത്തിരിയേറെ ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഇവിടെ ഈ സ്ത്രീ കാണിച്ചതുപോലെ വീണ്ടും കർത്താവുമായിട്ട് വിലപേശുന്ന ഒരവസ്ഥയിലേക്ക് എത്തുവാൻ നമുക്ക് സാധിക്കാറില്ല. എന്നാൽ ഇതിലൂടെ ദൈവം നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്
ഒരു ഇടപഴകലാണ്. പഴയ നിയമ പുസ്തകത്തിലും നമ്മൾ ഇതുപോലെയുള്ള ഒരു ഇടപഴകൽ നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം ദൈവത്തിൻ്റെ സന്നിധി ചെന്ന് നമ്മളൊരു പ്രാർത്ഥന നടത്തുമ്പോൾ ആ നിമിഷം തന്നെ പ്രവർത്തിക്കുന്ന യാന്ത്രികമായ ഒരു വ്യക്തിയല്ല ദൈവം. മറിച്ച് നമ്മളുമായി ഒത്തിരിയേറെ ഇടപഴകുവാൻ ആഗ്രഹിക്കുന്ന ദൈവം നമുക്ക് അതിനുള്ള അവസരം കൂടി നൽകുകയാണ്. പഴയ നിയമ പുസ്തകത്തിൽ അബ്രാഹാം സോദോമിന് വേണ്ടി ദൈവത്തോട് ഒത്തിരിയേറെ പേശുന്നതായിട്ട് കാണാൻ സാധിക്കും. സോദോമിനെ നശിപ്പിക്കുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുമ്പോൾ അതിനെ നശിപ്പിക്കാതിരിക്കുവാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന രീതിയിൽ അബ്രഹാം നിരവധി തവണയാണ് ദൈവവുമായിട്ട് പേശുന്നത്. അതുപോലെ തന്നെ ഇസ്രായേൽ ജനതയെ രക്ഷിക്കുവാൻ വേണ്ടി മോശ ദൈവവുമായിട്ട് സംവാദത്തിൽ ഏർപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇസ്രായേൽ ജനതയെ പാടെ ഉപേക്ഷിച്ച് കളയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മോശ ദൈവവുമായിട്ട് നിരവധി തവണയാണ് സംവാദത്തിൽ ഏർപ്പെട്ടത്. അതുപോലെ യാക്കോബ് തന്നെ അനുഗ്രഹിച്ചിട്ട് മാത്രം കടന്നു പോകാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാത്രി മുഴുവനാണ് ദൈവവുമായിട്ട് മല്ലിടുക. അതുപോലെ ദാവീദ് രാജാവ് ബത്ശബയിൽ തനിക്ക് ജനിച്ച കുഞ്ഞിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് 7 ദിവസമാണ് ഉപവസിച്ച് പ്രാർത്ഥിച്ചത്. അപ്പോഴെല്ലാം ദൈവം തങ്ങളുടെ പ്രാർത്ഥന തിരസ്കരിക്കുന്നു എന്ന രീതിയിൽ എല്ലാം ഉപേക്ഷിച്ച് പോകുവാനല്ല അവർ തയ്യാറായത്. മറിച്ച് ദൈവവുമായി നിരന്തരം ഇടപഴകിയത് കൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ദൈവം എല്ലാം ചെയ്തു കൊടുത്തു. എന്നാൽ ദാവീദ് രാജാവിൻ്റെ കാര്യത്തിൽ 7 ദിവസം ഉപവസിച്ചതിന് ശേഷം എഴുന്നേൽക്കുമ്പോൾ അവൻ കേൾക്കുന്ന വാർത്ത തൻ്റെ കുഞ്ഞ് മരിച്ചു പോയിരിക്കുന്നു എന്നാണ്. അത് കാണുമ്പോൾ നമ്മൾ ഓർക്കും, ദൈവം അവൻ്റെ പ്രാർത്ഥന തിരസ്കരിച്ചില്ലേ, അവനെ പാടെ ഉപേക്ഷിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേ ബത്ശബയിൽ നിന്ന് തന്നെയാണ് സോളമൻ എന്ന മകനെ കർത്താവ് നൽകുക. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധി ഉയർത്തുന്ന ഓരോ പ്രാർത്ഥനയും ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല. മറിച്ച് നമുക്ക് കൂടുതൽ നല്ലത് നൽകുവാൻ ആഗ്രഹിക്കുന്നവരാണ് കർത്താവ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്, ഏറ്റവും ആവശ്യമായിട്ടുള്ളത് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിവർത്തിച്ചു നൽകുവാൻ കർത്താവിന് സാധിക്കും. ഇവിടെ ഈ സ്ത്രീയുടെ വിശ്വാസം കർത്താവ് എടുത്തു പറയുന്ന ഒന്നാണ്. മക്കൾക്കുള്ള അപ്പം എങ്ങനെയാണ് നായ്ക്കൾക്ക് കൊടുക്കാൻ സാധിക്കുക എന്ന് ചോദിക്കുമ്പോൾ അവൾ അവിടെ തന്നെ കുത്തി പറയുകയാണ് എന്നല്ല ഓർത്തത്. മറിച്ച് അവൾ പറയുകയാണ്, മക്കൾക്കുള്ള അപ്പത്തിൽ നിന്ന് മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ നായ്ക്കളും എടുത്ത് ഭക്ഷിക്കാറുണ്ട്. ആ ഒരു അപ്പക്കഷ്ണം മാത്രം മതി, എൻ്റെ മകൾ സുഖം പ്രാപിക്കുമെന്ന് പറയാതെ അവൾ പറഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ, അവളുടെ വിശ്വാസം എത്ര വലുതാണ് എന്ന് കർത്താവിനെ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാക്കുകൊണ്ട് നീ പൊയ്ക്കൊള്ളുക, അവൾ സുഖം പ്രാപിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ഒരു വിശ്വാസ തീഷ്ണത നമുക്ക് ലഭിക്കുവാൻ വേണ്ടി ഇന്നത്തെ ദിവ്യയിൽ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധി ഓരോ നിയോഗങ്ങൾ നമ്മൾ സമർപ്പിക്കുമ്പോഴും ആ നിമിഷം തന്നെ എനിക്കത് നടത്തിത്തരണം എന്ന് വാശി പിടിക്കാതെ ദൈവവുമായി നിരന്തരം ഇടപഴകുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവവുമായി നിരന്തരം സംവാദത്തിൽ ഏർപ്പെടുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിലൂടെ ദൈവം നാമും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാകും. ആ കണക്ഷൻ തീർച്ചയായും നമ്മളെ അനുഗ്രഹിക്കുന്ന ഒന്നാകും. ആ ഒരു കൃപയ്ക്ക് വേണ്ടി ഇന്നത്തെ ദിവ്യബലി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.